ഹലോ മക്കളെ, അപ്പൊ നമ്മള് ദഹനവും സംവഹനവും ആണല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ദഹനം എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തു അല്ലെ. ഇനി നമ്മൾ നോക്കുകയാണ്, മനുഷ്യനിൽ പൂർണ്ണമായിട്ടും കോശബാഹ്യ ദഹനമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിലുള്ള ദഹനം നിങ്ങൾ കണ്ടോ? അമീബയുടെ ദഹനം എങ്ങനെയായിരുന്നു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അമീബ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ജീവിയായിരുന്നെങ്കിൽ അമീബയ്ക്ക് എന്തുണ്ടായിരുന്നു? കപടപാദങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. കപടപാദങ്ങൾ ഉണ്ടായിരുന്നു അമീബയ്ക്ക്. ഈ കപടപാദങ്ങൾ ഉപയോഗിച്ചിട്ട് ഇവിടെ ഭക്ഷണം കാണുന്ന സമയത്ത് അമീബ കപടപാദം ഉപയോഗിച്ചിട്ട് ഈ ഭക്ഷണത്തിനെ ഇതിനുള്ളിലേക്ക് ആക്കിയിട്ട് ഇതിന്റെ ഫുഡ് വാക്യൂളിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തിരുന്നത്? ദഹനം നടന്നിരുന്നത്. അപ്പം കോശ ആന്തരിക ദഹനമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? അമീബയ്ക്കുണ്ടായിരുന്നത്. പക്ഷെ മനുഷ്യന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? മനുഷ്യന്റെ കേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു ക്യാവിറ്റിയാണ് അല്ലെ. നമ്മളൊരു കോശത്തിന്റെ ഉള്ളിലേക്കല്ല പോകുന്നത്. നമ്മുടെ വായ തുടങ്ങി അന്നനാളം തുടങ്ങി സ്റ്റൊമക്ക് അല്ലെ. വായ, അന്നനാളം, സ്റ്റൊമക്ക്, ചെറുകുടല്, വൻകുടല്, ഇങ്ങനെ വൻകുടല് പോയി മലാശയം, മലദ്വാരം അല്ലെ. ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ ഒന്നും ഒരു സെല്ലിന്റെ ഉള്ളിലേക്കും പോകുന്നില്ല അല്ലെ. സ്റ്റൊമക്ക് ആണെന്നുണ്ടെങ്കിൽ സ്റ്റൊമക്കിന്റെ ആമാശയ രസം ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇനി ചെറുകുടലിലേക്ക് പോകുമ്പം ഇവിടെ ഇൻഡസ്റ്റൈനൽ ജ്യൂസ് അതിന്റെ ഉള്ളിലേക്ക് ഇടുകയാണ്. അപ്പൊ നമ്മള് കോശത്തിന്റെ ഉള്ളിൽ പോയിട്ടുള്ള ഒരു ദഹനമല്ല നമുക്ക് നടക്കുന്നത്. അപ്പം മനുഷ്യനിൽ എന്താണ് നടക്കുന്നത്? പൂർണ്ണമായിട്ട് നമുക്ക് ദഹനം നടക്കുന്നത് എന്താണ്? കോശബാഹ്യ ദഹനം അല്ലെ. കോശത്തിന്റെ പുറത്ത് നടക്കുന്ന ദഹനമാണ് മനുഷ്യനിൽ നടക്കുന്നത്. കോശബാഹ്യ ദഹനമാണ് നമുക്ക് നടക്കുന്നത്. ലഘു ഘടകങ്ങളുടെ ആഗിരണം മുഖ്യമായും നടക്കുകയും ചെയ്യുന്നു. അപ്പം ലഘു ഘടകങ്ങളുടെ ആഗിരണം മുഖ്യമായിട്ട് നടക്കുന്നത് നമുക്ക് മനുഷ്യരിൽ നടക്കുന്നുണ്ട് അല്ലെ. ആൻഡ് ചെറുകുടലിൽ ഇതിനാവശ്യമായിട്ടുള്ള ഘടനാപരമായ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ചെറുകുടലിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള പോഷക ഘടകങ്ങളൊക്കെ ആഗിരണം ചെയ്യപ്പെടുന്നത് അല്ലെ. ഈ ആഗിരണം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ചെറുകുടലിൽ വെച്ചിട്ടാണ് പ്രധാനമായിട്ടും ആഗിരണം നടക്കുന്നത്. ഈ ചെറുകുടലിൽ ഇതിന്റെ ആഗിരണത്തിന് സഹായിക്കുന്ന എന്തെല്ലാം ഘടകങ്ങളാണ് ഉള്ളത്? ഓക്കെ, അപ്പം ലഘു പോഷക ഘടകങ്ങളുടെ ആഗിരണം. അപ്പം നമ്മുടെ ചെറുകുടലിന് 6 മീറ്ററോളം നീളമുള്ളതും 2.5 സെന്റിമീറ്റർ. അപ്പം 6 മീറ്ററോളം നീളമുള്ളതും 2.5 സെന്റിമീറ്ററോളം വ്യാസമുള്ളതും നീണ്ടു ചുരുണ്ടതും പേശി നിർമ്മിതവുമാണ് ചെറുകുടൽ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക അല്ലെ. ചെറുകുടൽ എന്ന് പറയുന്നത് ഒരു 6 സെന്റിമീറ്റർ അല്ലെ, 6 മീറ്റർ അല്ലെ, 6 മീറ്റർ നീളത്തിലുള്ള സാധനമാണ്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉയരം പോലും എത്രയില്ല, നമുക്ക് 2 മീറ്ററോളം, 1.5 മീറ്റർ, 1.25 മീറ്റർ ഒക്കെയാണ് നമുക്ക് മാക്സിമം ഹൈറ്റ് വരുന്നത്. അപ്പം ഇതെത്ര ഉണ്ട്? നമ്മുടെ ചെറുകുടൽ എന്ന് പറയുന്ന സാധനം 6 മീറ്റർ ഉണ്ട്. അപ്പൊ അത്രയും 6 മീറ്റർ ഉള്ള സാധനം എന്ത് ചെയ്തിരിക്കുകയാണ് നമ്മുടെ വയറ്റില്? സ്റ്റൊമക്ക് കഴിഞ്ഞിട്ട് ഇത് സ്റ്റൊമക്ക് ആണെന്നുണ്ടെങ്കിൽ ചെറുകുടൽ ഇങ്ങനെ ചുരുട്ടി മടക്കി സൂക്ഷിച്ചു വെച്ചേക്കുക. എത്ര മീറ്റർ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്? 6 മീറ്റർ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയും വലിയ സ്ഥലത്ത് വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? അത്രയും നീളമുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് നമുക്ക് കംപ്ലീറ്റ് ദഹനവും നടന്നിട്ട് നമുക്ക് വേണ്ട പോഷക ഘടകങ്ങൾ നമ്മൾ ആഗിരണം ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പം 6 മീറ്ററോളം നീളമുള്ളതും 2.5 സെന്റിമീറ്ററോളം വ്യാസമുള്ളതും നീണ്ടു ചുരുണ്ടതും പേശി നിർമ്മിതവുമാണ് ചെറുകുടൽ. ഇതിന്റെ ആദ്യ ഭാഗമാണ് പക്വാശയം. നമുക്കറിയുന്ന കാര്യമാണ് അല്ലെ. ചെറുകുടലിന്റെ ആദ്യത്തെ ഭാഗത്തിന് നമ്മൾ എന്താ വിളിച്ചത്? പക്വാശയം എന്നാണല്ലേ വിളിച്ചത്. ചെറുകുടലിന്റെ സവിശേഷ ഘടന ദഹനത്തിനും ആഗിരണ പ്രക്രിയയ്ക്കും എന്താണ്? സഹായകരമാണ്. എന്താണ്? ചെറുകുടലിന്റെ ഘടന എന്ന് പറയുന്നത് ഇത്രയും നീണ്ടിട്ടുള്ള സാധനമാണ്. ഇവിടെ വെച്ചിട്ടാണ് ദഹനം നടക്കുന്നത്, അവിടെ വെച്ചിട്ട് ആഗിരണവും നടക്കുന്നുണ്ട് അല്ലെ. ഉൾഭിത്തിയിലുടനീളം വിരൽ പോലുള്ള ഭാഗങ്ങൾ കാണുന്നു. ഇവയാണ് വില്ലസുകൾ. അപ്പം ചെറുകുടലിന്റെ വില്ലസുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ചെറുകുടലാണെന്നുണ്ടെങ്കിൽ അല്ലെ, ഇത് സ്റ്റൊമക്ക് ആണ് ഇതല്ലേ, നിങ്ങൾക്ക് അറിയാം. ഈ സ്റ്റൊമക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന ഭാഗമാണ് എന്ത്? ചെറുകുടൽ.
ഈ ചെറുകുടലിന്റെ ഭിത്തിയിൽ എന്തുണ്ട്? വിരലുകൾ പോലെയുള്ള വിരല് പോലെ അല്ലെ, വിരല് പോലെയുള്ള ഒരു ഫിംഗർ പോലെയുള്ള അല്ലെ, വിരലുകൾ പോലെയുള്ള ഭാഗങ്ങൾ കാണപ്പെടുന്നു. ആ ഭാഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വില്ലസുകൾ. എന്താ വിളിക്കുന്നത്? വില്ലസുകൾ. ഓക്കെ, ഇവ ചെറുകുടലിലെ ആകിരണ പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. അപ്പം ഈ വില്ലസുകളാണ് നമ്മുടെ ചെറുകുടല് 6 മീറ്റർ ഉണ്ട്. പക്ഷേ ആ 6 മീറ്ററിൽ എന്ത് നടക്കുന്നുണ്ട്? ദഹനവും നടക്കുന്നുണ്ട്, ആകിരണവും നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആകിരണം കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് ആണ് വില്ലസുകൾ. ഈ വില്ലസുകൾ എങ്ങനെയാ പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം ഇതാണ് നമ്മുടെ ചെറുകുടൽ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം ഇത് ഇങ്ങനെ തന്നെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഏരിയയിലല്ലേ മക്കളെ ആകിരണം നടത്താൻ വേണ്ടി പറ്റുള്ളൂ. അതേ സ്ഥാനത്ത് ചെറുകുടൽ എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ട് അല്ലെ, ഇങ്ങനെ ഉണ്ട്. അതിന്റെ മുകളിൽ ഇങ്ങനെ എന്താ വിരലുകൾ പോലെയുള്ള സ്ട്രക്ചറുകൾ ഉണ്ട് അല്ലെ. വിരലുകൾ പോലെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്താണ് ആകിരണം നമുക്ക് ഇതിലെ ഇങ്ങനെ കുറേ ഏരിയ കിട്ടുന്നുണ്ട് അല്ലെ. അപ്പം പ്രതല വിസ്തീർണം എന്താണ്? കൂടുതലാണ്. ചെറുകുടലില് വില്ലസുകൾ എന്ന് പറയുന്ന ഘടന ഉണ്ടാകുന്ന സമയത്ത് എന്താണ്? പ്രതല വിസ്തീർണം എന്താവുകയാണ് ചെയ്യുന്നത്? കൂടുകയാണ് അല്ലെ. അപ്പൊ ഇത്രയും ഏരിയയിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? വേണ്ട പോഷക ഘടകങ്ങളുടെ ആകിരണം സാധ്യമാകുന്നുണ്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതെ. അപ്പം ഇതാണ് ചെറുകുടല്. ഇത് ചെറുകുടലിനെ ഞാൻ ഇങ്ങനെ മുറിച്ച് വെച്ച് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് ഈ ചിത്രം. എന്താണ്? ഈ ചെറുകുടലിന് മേലെ ഇങ്ങനെ വിരല് പോലെയുള്ള കളർ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. വിരല് പോലെയുള്ള എന്തുണ്ട്? കുറേ വിരലുകൾ കണ്ടില്ലേ മക്കളെ നിങ്ങള്? ഇങ്ങനെ കുറേ വിരലുകൾ ഉണ്ട് അല്ലെ. ഇതൊരു ചെറുകുടലാണ് അല്ലെ. നമ്മുടെ ചെറുകുടലാണിത്. ഈ ചെറുകുടലിന്റെ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ, വിരലുകളായിട്ട് ഇങ്ങനെ കുറേ വിരലുകളുണ്ട് അല്ലെ. കുറേ സൂം ചെയ്ത് നോക്കുമ്പോൾ ഇഷ്ടം പോലെ വിരലുകളുണ്ട്. അപ്പൊ എന്താണ്? നമ്മുടെ പ്രതല വിസ്തീർണം മൊത്തത്തിൽ എന്ത് ചെയ്യാണ്? കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രതല വിസ്തീർണം കൂടി കഴിഞ്ഞാല് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആകിരണം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ അതിനു വേണ്ടിയിട്ടാണ് ചെറുകുടലിന്റെ പ്രതല വിസ്തീർണം കൂട്ടുക അല്ലെ. അതാണ് ഇതിന്റെ ധർമ്മം. അപ്പം നമുക്ക് ഒറ്റ നിര എപ്പിത്തീലിയൽ കോശങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ഇതെന്താണ് മക്കളെ? ഇതാണ് വില്ലസ് അല്ലെ. വിരലുകൾ പോലെയുള്ള ഈ ഒരു ഘടനയെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? വില്ലസ്. ഈ വില്ലസില് നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ, വിരല് പോലെയുള്ള ഒരു ഘടനയാണ് വില്ലസിനുള്ളത്. ഈ വില്ലസില് ഒറ്റ നിര എപ്പിത്തീലിയൽ കോശങ്ങൾ, വില്ലസിന്റെ ലൈനിങ് ആണിത്. ഒറ്റ നിര 1, 2 ഇങ്ങനെ ഒരു നിര മാത്രം. ഇവിടെ കുറെ നിരകളുണ്ടോ? ഇല്ല, ഇങ്ങനെയൊന്നും നിരയില്ല. ഒറ്റ നിരയായിട്ടുള്ള എപ്പിത്തീലിയൽ കോശങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ? ഒരു നിര ഇങ്ങനെ ഫുള്ളായിട്ട് ഒരു നിര എപ്പിത്തീലിയൽ കോശങ്ങൾ ഉണ്ട് അല്ലെ. വില്ലസിന് എന്താ ഉള്ളത്? ഏറ്റവും പുറത്ത് കാണപ്പെടുന്നത് എന്താണ്? ഈ ഒരു വില്ലസില് ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? ഒറ്റ നിര എപ്പിത്തീലിയൽ കോശങ്ങൾ അല്ലെ. ഒറ്റ നിര എപ്പിത്തീലിയൽ കോശങ്ങൾ. ഈ ഒറ്റ നിര എപ്പിത്തീലിയൽ കോശങ്ങളില് അത് കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? കുറച്ച് രക്തലോമികകൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. രക്തലോമിക നിങ്ങൾ കാണുന്നുണ്ടോ? നീല കളറുമുണ്ട്, ചുവപ്പ് കളറുമുണ്ട് അല്ലെ. അപ്പം രക്തത്തിന്റെ ലോമിക അല്ലെങ്കിൽ ബ്ലഡ് കാപ്പിലറി, രക്തത്തിന്റെ കാപ്പിലറി അല്ലെങ്കിൽ രക്തലോമികകൾ നിങ്ങൾ കാണുന്നില്ലേ? അപ്പം ഒറ്റ നിര കോശങ്ങളുണ്ട് അല്ലെ. ഒറ്റ നിര എപ്പിത്തീലിയൽ കോശങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് രക്തലോമികകളുണ്ട്. അതിന്റെ ഉള്ളിൽ എന്തുണ്ട്? ലാക്റ്റിയൽ ഉണ്ട്. ഓക്കെ, ലാക്റ്റിയൽ. ഈ ഒരു ലാക്റ്റിയൽ എന്ന് പറയുന്ന സംഭവം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഈ ലാക്റ്റിയല് നിങ്ങൾ നന്നായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഒറ്റ നിര എപ്പിത്തീലിയൽ കോശങ്ങളുണ്ട്, രക്തലോമികകളുണ്ട്. രക്തലോമികകൾ മക്കൾ കാണുന്നില്ലേ? യെസ്, രക്തലോമികകളുണ്ട്. പിന്നെ എന്താ ഉള്ളത്? ലാക്റ്റിയൽ ഉണ്ട് അതിന്റെ ഉള്ളില്. കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ.
അപ്പൊ നമ്മള് ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ്, ഒറ്റ നിര എപ്പിത്തീലിയൽ കോശങ്ങൾ പോഷക ആഗിരണത്തിനായുള്ള പ്രാഥമിക പ്രതലം അല്ലെ. ഫസ്റ്റ് തന്നെ ന്യൂട്രിയൻസിന്റെ അല്ലെങ്കിൽ പോഷകങ്ങള് ഇവിടെയൊക്കെ ആയിരിക്കും അല്ലെ. ഇത് വില്ലസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറെ വില്ലസ് ഇങ്ങനെ ഉണ്ടാവും അല്ലെ. ഇങ്ങനെ 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 ഇതാണ് ഈ സ്ട്രക്ചർ അല്ലെ. കുറെ വില്ലസ് കാണുന്നില്ലേ? അപ്പൊ ഒരു വില്ലസ് എടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ അടുപ്പിച്ച് കുറെ വില്ലസുകൾ ഉണ്ടാവും. അതിനകത്ത് എന്താ ഇപ്പൊ ഉള്ളത്? ഒറ്റ നിര കോശങ്ങളുണ്ട് അല്ലെ. ഒറ്റ നിര കോശങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും പുറത്ത് കാണുന്ന ഈ എപ്പിത്തീലിയൽ കോശങ്ങള്. ഇവിടെയാണ് ആഗിരണത്തിന്റെ പ്രാഥമിക തലം അല്ലെങ്കിൽ പ്രാഥമികമായിട്ട് ആഗിരണം നടക്കുന്നത് അവിടെയാണ്. ഇനി രണ്ടാമത്തെ ഭാഗമാണ് രക്തലോമികകൾ. രക്തലോമികകൾ എന്താ രക്തലോമികകളിൽ സംഭവിക്കുന്നത്? ഒരു ധമനീശാഖ, നമുക്ക് ധമനികളും സിരകളുമുണ്ട് നമ്മുടെ ശരീരത്തില്. നമ്മുടെ ശരീരത്തില് രക്തം പോകുന്ന വഴികളാണ് ധമനികളും സിരകളും. നിങ്ങൾക്കറിയോ അത്? നമ്മുടെ ശരീരത്തില് രക്തമുണ്ട് അല്ലെ. രക്തമുണ്ട്, നമുക്ക് മുറിഞ്ഞാലൊക്കെ രക്തം വരുന്നില്ലേ? അതെ. അപ്പൊ നമ്മുടെ ശരീരത്തില് രക്തം ഇങ്ങനെ നിൽക്കുകയല്ല ചെയ്യുന്നത്, ഈ രക്തം ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ രക്തം സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ചുമ്മാ ഇവിടെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് പോലെ നിൽക്കുകയല്ല ചെയ്യുക. രക്തം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ശരീരം മൊത്തത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രക്തത്തിന് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ധമനികളും സിരകളും. ഓക്കെ. അപ്പം രക്തം സഞ്ചരിക്കുന്ന വഴികളെയാണ് നമ്മൾ ധമനി എന്നും സിരകൾ എന്നും പറയുന്നത്. അപ്പം രക്തത്തിന് സഞ്ചരിക്കാൻ ധമനികളുമുണ്ട്, സിരകളും ഉണ്ട്. ഓക്കെ. അപ്പം അങ്ങനെ രക്തലോമികകൾ എങ്ങനെയാ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ രക്തം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ധമനിയും സിരയും ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഈ ഒരു ധമനി ശാഖ വില്ലസിലേക്ക് പ്രവേശിച്ച് ലോമികകളെ രൂപപ്പെടുത്തുന്നു. ഓക്കെ. അപ്പം ഒരു ധമനിയുടെ ശാഖ വില്ലസിലേക്ക് പ്രവേശിച്ചിട്ട് രക്തലോമികകൾ ഉണ്ടാവും. നിങ്ങൾ നോക്കൂ, ഇതാ ഇവിടുന്ന് ഒരു ധമനി ശാഖ വന്നിട്ട് വില്ലസിലേക്ക് പ്രവേശിച്ചിട്ട് കുറെ രക്തത്തിന്റെ എന്തുണ്ടാക്കുന്നുണ്ട്? നിങ്ങൾ കണ്ടോ? കുറെ ബ്രാഞ്ചസ് അല്ലെ, കുറെ ലോമികകൾ ഉണ്ടാക്കുന്നുണ്ട്. കാണുന്നില്ലേ നിങ്ങള്? യെസ്. അപ്പം ഒരെണ്ണാണ് വരുന്നത്, എന്നിട്ട് അതിങ്ങനെ ഡിവൈഡ് ചെയ്ത് അതിങ്ങനെ വിഭജിച്ച് കുറെ എണ്ണായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം അതാ പറയുന്നത്, ഒരു ധമനി ശാഖയിൽ നിന്നും ഒരു ധമനി ശാഖ വില്ലസിലേക്ക് പ്രവേശിച്ചിട്ട് ലോമികകളെ രൂപപ്പെടുത്തുന്നു. ഈ ലോമികകൾ കൂടിച്ചേർന്ന് സിരയായി പുറത്തേക്ക് പോകുന്നു. നിങ്ങൾ നോക്കിക്കേ, ഈ രക്തലോമികകള് കൂടിച്ചേർന്നിട്ട് സിരയായിട്ട് പുറത്തേക്ക് പോകും അല്ലെ. ഈ രക്തലോമികളുണ്ട് ഈ ധമനി ശാഖയിൽ നിന്നും, പിന്നെ ഇത് പുറത്തേക്ക് പോകുന്ന കണ്ടോ നീല കളറില്? ഇത് വീണ്ടും ഇത് സിരയായിട്ടാ പോകുന്നത്. അപ്പം അകത്തേക്ക് കടക്കുന്നത് എന്തായിട്ടാ? ധമനിയായിട്ട്. ധമനി വില്ലസിനുള്ളിൽ കയറിയിട്ട് എന്തായിട്ട് മാറും? രക്തലോമികകളായിട്ട് മാറും. രക്തലോമികകളായിട്ട് മാറിയിട്ട് പുറത്തേക്ക് പോകുന്നത് എന്തായിട്ടാണ്? സിരയായിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. ശരിയല്ലേ? ശരിയാണ്. അപ്പം രക്തലോമികകൾ കൂടിച്ചേർന്ന് സിരയായിട്ട് പുറത്തേക്ക് പോകുന്നു. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡുകൾ എന്നിവയെ ആഗിരണം ചെയ്യുന്നു. അപ്പം ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഈ രക്തലോമികകൾ എന്താ ചെയ്യുന്നത് മക്കളെ? രക്തലോമികകൾ, നമ്മൾ ഈ കണ്ടിരിക്കുന്ന ഈ രക്തലോമികകൾ അല്ലെ, ധമനിയായിട്ട് കയറിപ്പോയിട്ട് സിരയായിട്ട് ഇതിലെ കൂടെ കൂടിച്ചേർന്ന് സിരയായിട്ട് പുറത്തേക്ക് പോകുന്ന ഈ ഒരു രക്തലോമിക എന്താ ചെയ്യുന്നത്? എന്തിൻ്റെയൊക്കെ ആഗിരണമാണ് ചെയ്യുന്നത്? ഗ്ലൂക്കോസിന്റെ ആഗിരണം. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് അല്ലെ, ഇവരുടെയൊക്കെ ആഗിരണം നടത്തുന്നത് ആരാണ്? രക്തലോമികകളാണ്. ശരിയല്ലേ? അതെ. ഇനി ഉള്ളതാണ് ലാക്റ്റിയൽ. ഉള്ളിലത്തെ ഭാഗം നമ്മൾ കണ്ടു അല്ലെ, ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ് ലാക്റ്റിയൽ അല്ലെ. ഇതാണ് ലാക്റ്റിയൽ എന്ന് പറയുന്ന ഭാഗം. ഏറ്റവും ഉള്ളിലുള്ള ഈ ഒരു പോർഷൻ, ഇതാണ് ഈ വില്ലസിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ലാക്റ്റിയൽ. ലാക്റ്റിയൽ നിങ്ങളോട് അടയാളപ്പെടുത്താനൊക്കെ ചോദിക്കും. ചിത്രത്തിൽ കാണുന്ന വിട്ട ഭാഗം പൂരിപ്പിക്കാൻ പറയുന്നതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത്. ഒറ്റനിര എപ്പിത്തീലിയൽ കോശങ്ങൾ ഏതാന്ന് നിങ്ങൾക്ക് കണ്ടറിയണം. രക്തലോമികകൾ ഇതിൽ ഏതാന്ന് കണ്ടാൽ അറിയണം.
അതുപോലെ തന്നെ പ്രധാനമാണ് ലാക്റ്റിയൽ എന്താണെന്നറിയണം. ലാക്റ്റിയലിന്റെ ധർമ്മം അല്ലെങ്കിൽ ലാക്റ്റിയൽ എന്തിനു വേണ്ടിയിട്ടാണ് ഉള്ളതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതെന്തായാലും ചോദിക്കും. ഓക്കെ, അപ്പം ലാക്റ്റിയൽ എന്ന് പറയുന്ന സാധനം ലിംഫ്, നമ്മുടെ ശരീരത്തില് രക്തവുമുണ്ട്, ബ്ലഡുമുണ്ട്, ലിംഫുമുണ്ട്. അപ്പം ബ്ലഡ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ലിംഫും. അപ്പം ലിംഫിനെ വഹിക്കുന്ന ശാഖ, ലിംഫ് വാഹിയുടെ ഒരു ശാഖയാണ് ലാക്റ്റിയൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തില് ലിംഫ് ഉണ്ട്, ആ ലിംഫിനെ വഹിക്കുന്ന ശാഖയെ പറയുന്ന പേരാണ് ലാക്റ്റിയൽ. ഇതിലെ ലിംഫിലേക്ക് എന്താ പോകുന്നത്? ഈ ലാക്റ്റിയലിന്റെ ഉള്ളിൽ ലിംഫ ഉണ്ടാവുക. ഈ ലിംഫിലേക്ക് ഫാറ്റി ആസിഡും ഗ്ലിസറോൾ എന്നിവയെ ആഗിരണം ചെയ്യുന്നു. അപ്പം കൊഴുപ്പ് അല്ലെങ്കിൽ ലിപ്പിഡിന്റെ ഡൈജഷൻ കാരണം ഉണ്ടായിട്ടുള്ള അല്ലെ, കൊഴുപ്പോ അല്ലെങ്കിൽ ലിപ്പിഡിന്റെയോ ദഹനം മൂലം ഉണ്ടായിട്ടുള്ള ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും ആരാണ് ആഗിരണം ചെയ്യുന്നത്? ലാക്റ്റിയൽ ആണ് അല്ലെ. ലാക്റ്റിയലിന്റെ ഉള്ളില് ലിംഫ് ഉണ്ട്. അപ്പം ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും ആഗിരണം ചെയ്യുന്നത് ലിംഫിലേക്കാണ് അല്ലെ. ലാക്റ്റിയൽ വഴി ലിംഫിലേക്കാണ്. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? യെസ്. അപ്പൊ നമ്മള് ദഹനം പഠിച്ചു അല്ലെ. എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ദഹനം പഠിച്ചു. ദഹിച്ച ന്യൂട്രിയൻസ് ആഗിരണം ചെയ്യുന്നത് വരെ പഠിച്ചു അല്ലെ. എങ്ങനെയാ ആഗിരണം ചെയ്യുന്നത്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് ഇവരെ മുഴുവൻ രക്തലോമികകളിലേക്കാണ് ആഗിരണം ചെയ്യുന്നത്. ഇനി ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആണെന്നുണ്ടെങ്കിൽ ലാക്റ്റിയലിലേക്കാണ് ആഗിരണം ചെയ്യുന്നത്. ഇത്രയല്ലേ നമ്മൾ പഠിച്ചത്. ഇനി ഈ രക്തലോമികകളിൽ എന്താ ഉള്ളതെന്ന് അറിയാം? രക്തമാണ് അല്ലെ. രക്തലോമികകളില് രക്തം ഉണ്ട്. അതെ. ഇനി ആ രക്തലോമികകളിലെ ആ രക്തം എങ്ങനെയാണ്, അല്ലെങ്കിൽ രക്തം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, രക്തലോമികകളിലുള്ളിൽ രക്തമുണ്ടെന്ന് അറിയാലോ. അപ്പം ഈ രക്തം എന്ന് പറഞ്ഞാൽ എന്താണ്? രക്തം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ആണെന്നറിയാലോ. ബ്ലഡ് എന്ന് പറഞ്ഞാല് രക്തമാണ് അല്ലെ. ഈ രക്തത്തില് രണ്ട് തരം സാധനങ്ങളുണ്ട്. ഓക്കെ, രക്തത്തില് രണ്ട് തരത്തിലുള്ള സാധനങ്ങളുണ്ട്. ഏതൊക്കെയാണ് രണ്ട് തരത്തിലുള്ള സാധനങ്ങള്? രക്തത്തില് പ്ലാസ്മയുമുണ്ട്, രക്തകോശങ്ങളുമുണ്ട്. ഓക്കെ, രക്തം എന്ന് പറയുന്ന സാധനം ഒരു വെള്ളം പോലെയുള്ള സാധനമാണ്. പക്ഷെ അതിനകത്ത് കോശങ്ങളുണ്ട്, രക്തത്തിന്റെ കോശങ്ങൾ, അതാണ് രക്തകോശങ്ങൾ. അപ്പം രക്തത്തില് രക്തകോശങ്ങളുമുണ്ട്, പ്ലാസ്മ അല്ലെ, ഒരു വെള്ളം പോലെയുള്ള ഒരു ഭാഗമുണ്ട് അല്ലെ. അപ്പൊ വെള്ളം പോലെയുള്ള ഒരു ഭാഗവുമുണ്ട്, അതാണ് പ്ലാസ്മ. പിന്നെ എന്തുണ്ട്? രക്തത്തില് രക്തകോശവുമുണ്ട്. എത്ര ശതമാനം പ്ലാസ്മയുണ്ട് മക്കളെ രക്തത്തില്? 55% എന്തുണ്ട്? പ്ലാസ്മയുണ്ട്. അപ്പം രക്തത്തില് 55% എന്താണുള്ളത്? പ്ലാസ്മയാണുള്ളത്. 45% എന്താണുള്ളത്? രക്തകോശങ്ങളാണുള്ളത്. അപ്പം രക്തത്തില് 55% പ്ലാസ്മയാണ്, 45% രക്തകോശങ്ങളാണ്. ശരിയല്ലേ? അപ്പം കൂടുതലുള്ള സാധനം ഏതാണ്? പ്ലാസ്മ. അപ്പൊ നമുക്ക് പ്ലാസ്മയിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു പ്ലാസ്മ എന്ന് പറയുന്നത് ഒരു വെള്ളം പോലെയുള്ള ഭാഗമാണ്. അപ്പൊ എന്തായാലും പ്ലാസ്മയിൽ എന്തുണ്ടാവും? ജലം ഉണ്ടാവും അല്ലെ. അപ്പം പ്ലാസ്മയിൽ എന്തൊക്കെ ആൾക്കാരുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജലമുണ്ട്, പ്ലാസ്മയിൽ കുറച്ച് പ്രോട്ടീനുകൾ ഉണ്ട്, അതിനെ നമ്മൾ പ്ലാസ്മ പ്രോട്ടീൻ എന്നാ പറയാം. ഓക്കെ, പ്ലാസ്മയില് പ്രോട്ടീൻ ഉണ്ട്, അതിനെ നമ്മൾ പറയാ പ്ലാസ്മ പ്രോട്ടീൻ എന്നാണ്. അപ്പം പ്ലാസ്മയിൽ ജലമുണ്ട്, പ്ലാസ്മയിൽ പ്രോട്ടീൻ ഉണ്ട്. അപ്പൊ പ്രോട്ടീൻ മെയിൻ ആയിട്ട് 3 തരത്തിലുള്ള പ്രോട്ടീനുകളാണ് പ്ലാസ്മയിലുള്ളത്. 3 തരം പ്രോട്ടീനുകൾ. ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, ഫൈബ്രിനോജൻ ഉണ്ട്. ഓക്കെ, പ്ലാസ്മ പ്രോട്ടീൻ ഏതൊക്കെയാണ്? ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, ഫൈബ്രിനോജൻ ഉണ്ട്. ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, ഫൈബ്രിനോജൻ ഉണ്ട്. അപ്പം ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ, ആ പേര് നിങ്ങൾ പഠിച്ചിരിക്കുക. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. അപ്പം ആൽബുമിൻ നമ്മുടെ ഓസ്മോളാരിറ്റി അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം ഇന്റേണൽ അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആൽബുമിൻ സഹായിക്കുന്നത്. ഗ്ലോബുലിൻ ആണ് കുറച്ചും കൂടെ നമ്മുടെ പ്രതിരോധത്തിനൊക്കെ സഹായിക്കുന്നത്. ആൻഡ് ഫൈബ്രിനോജൻ ആണ് നമുക്ക് രക്തം അല്ലെ, രക്തമൊക്കെ കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് അങ്ങ് കുറേ പോകും അല്ലെ,
പോവോ? ഇല്ല. കുറച്ച് ബ്ലഡ് പോയിട്ട് എന്ത് ചെയ്യും? കട്ടയായി പോകും അല്ലെ? രക്തക്കട്ട ഉണ്ടാവും. അപ്പം കട്ട പിടിച്ചു പോകും. അപ്പൊ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഫൈബ്രിനോജൻ ആണ് രക്തം കട്ട പിടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. പിന്നെ ജലമുണ്ട്, പ്രോട്ടീൻ ഉണ്ട്, മറ്റ് ഘടകങ്ങളുണ്ട് പ്ലാസ്മയില്. ക്ലിയർ ആണോ? അപ്പൊ പ്ലാസ്മയിൽ എന്തൊക്കെയാ മക്കളെ ഉള്ളത്? പ്ലാസ്മയില് ജലമുണ്ട്, പ്രോട്ടീനുകളുണ്ട്, മറ്റ് ഘടകങ്ങളുണ്ട്. പ്ലാസ്മയില് ജലം, പ്രോട്ടീൻ, മറ്റു ഘടകങ്ങൾ. പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തരം പ്രോട്ടീൻ ഉണ്ട്. ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, ഫൈബ്രിനോജൻ ഉണ്ട്. ശരിയല്ലേ? യെസ്. ഇനി രക്തത്തില് രക്തകോശങ്ങള് 45%. ഓക്കെ, രക്തകോശങ്ങള് 45%മാണ് രക്തത്തിലുള്ളത്. 55% എന്താ ഉള്ളത്? പ്ലാസ്മയാണ് അല്ലെ? അപ്പം 45% ഉള്ളത് രക്തകോശങ്ങളാണ്. ഈ രക്തകോശങ്ങള് ചുവന്ന രക്തകോശങ്ങളുണ്ട്, വെളുത്ത രക്തകോശങ്ങളുണ്ട്, പ്ലേറ്റ്ലെറ്റ് ഉണ്ട്. അപ്പൊ 3 തരത്തിലുള്ള രക്തകോശങ്ങളാണ് നമുക്കുള്ളത്. ഏതൊക്കെയാ നമുക്കുള്ള രക്തകോശങ്ങള്? ചുവന്ന രക്തകോശങ്ങളുണ്ട്, വെളുത്ത രക്തകോശങ്ങളുണ്ട്, പ്ലേറ്റ്ലെറ്റുകളുണ്ട് അല്ലെ? നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിന് ഒരു ചുവപ്പ് കളറാ അല്ലെ? ആ ചുവപ്പ് കളർ ശരിക്കും തരുന്നത് ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ആളാണ് നമുക്ക് ബ്ലഡിന് ചുവന്ന കളർ തരുന്നത്. അത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കറക്റ്റ് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പം ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന സാധനം ഉള്ളത് ചുവന്ന രക്തകോശങ്ങൾ അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ്. ചുവന്ന രക്തകോശത്തിന് എന്താ പറയാ? റെഡ് ബ്ലഡ് സെൽസ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയും RBC. റെഡ് ബ്ലഡ് സെൽസിനെ പറയുന്ന പേരെന്താ? RBC, റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ചുവന്ന രക്തകോശങ്ങൾ. അപ്പം ചുവന്ന രക്തകോശങ്ങളാണ് എന്തിനു സഹായിക്കുന്നത്? വാതകങ്ങൾ അല്ലെ? ശ്വസന വാതകങ്ങളുടെ സംവഹനം അല്ലെ? നമ്മുടെ ശരീരത്തിലുള്ള RBC അല്ലെങ്കിൽ ചുവന്ന രക്തകോശങ്ങളാണ് എന്തിനു സഹായിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതക സംവഹനം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ പോകുന്നുണ്ട്. നമ്മൾ ഉള്ളിലേക്ക് ബ്രീത്ത് ഇൻ ചെയ്യുന്നത് ഏതാ? ഉച്ഛ്വാസത്തിലൂടെ എടുക്കുന്നത് ഏതാ? ഓക്സിജൻ ആണ് അല്ലെ? ഈ ഒരു ഓക്സിജൻ ഇവിടെ നിന്നാ മതിയോ? പോരാ അല്ലെ? നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിൽ എന്ത് ചെയ്യണം? എത്തണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മൂക്കിലൂടെ ഓക്സിജൻ എടുക്കുന്നത്. ആ ഓക്സിജനെ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിലേക്കും എത്തിക്കുന്നത് ആരാണ്? ചുവന്ന രക്തകോശങ്ങളാണ്. ഓക്കെ, ഇനി വെളുത്ത രക്തകോശങ്ങളുണ്ട്. വെളുത്ത രക്തകോശങ്ങൾ അല്ലെങ്കിൽ WBC, വൈറ്റ് ബ്ലഡ് സെൽസ്. ഈ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് എന്തിനു സഹായിക്കുന്നത്? രോഗപ്രതിരോധം. അല്ലെ? നമ്മുടെ ശരീരത്തിന്റെ ഡിഫൻസ് മെക്കാനിസത്തിന് സഹായിക്കുന്നത് ആരാണ്? വെളുത്ത രക്തകോശങ്ങൾ അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. ഓക്കെ, ഇനി ഒരു ടൈപ്പ് ഉണ്ട് പ്ലേറ്റ്ലെറ്റുകൾ. ഈ പ്ലേറ്റ്ലെറ്റുകൾ നമ്മുടെ രക്തം കട്ട പിടിക്കാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത് അല്ലെ? നമ്മളെ ബ്ലഡ് നല്ല ബ്ലീഡിങ്, ഞാൻ നേരത്തെയും പറഞ്ഞു അല്ലെ? നമ്മുടെ കൈ ഒന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ രക്തം കട്ട പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് മുഴുവൻ അങ്ങ് പോകും അല്ലെ? ബ്ലഡ് മുഴുവൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണമായി തളർച്ചയായി അവസാനം എന്ത് സംഭവിക്കും? ഡെത്ത് സംഭവിക്കും അല്ലെ? മരണം സംഭവിക്കും. നമ്മുടെ ശരീരത്തിൽ രക്തം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കും. അപ്പം അങ്ങനെ ചെറിയൊരു മുറിവിൽ നിന്നും രക്തം നഷ്ടപ്പെട്ടു പോയി തുടങ്ങിയാലോ? ഇല്ല അല്ലെ? ചെറിയ മുറിവാണെന്നുണ്ടെങ്കിൽ ആര് വന്നിട്ട് പ്ലേറ്റ്ലെറ്റ് വന്നിട്ട് എന്ത് ചെയ്യും? രക്തം കട്ട പിടിക്കുന്നത് സഹായിക്കും. അപ്പം രക്തകോശങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. രക്തകോശങ്ങള് ചുവന്ന രക്തകോശങ്ങൾ അല്ലെങ്കിൽ RBC, വെളുത്ത രക്തകോശങ്ങൾ വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ WBC. ഓക്കെ, RBC, WBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. ഇതിന്റെ ഓരോന്നിന്റെയും ഫംഗ്ഷനും അറിയാലോ, ഇതിന്റെ ഓരോന്നിന്റെയും ജോലികളും മനസ്സിലായല്ലോ. ഇനി പ്ലാസ്മയിലാണെങ്കിൽ ജലമുണ്ട്, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്ന് പറയുന്ന പ്ലാസ്മ പ്രോട്ടീനുകൾ ഉണ്ട്. ഇനി മറ്റ് ഘടകങ്ങളും ഉണ്ട്. ക്ലിയർ? അപ്പം നമ്മുടെ മനുഷ്യനിൽ രക്തവും കോശവും തമ്മിൽ പദാർത്ഥങ്ങളുടെ വിനിമയം നടക്കുന്നത് എപ്രകാരമാണ്? അപ്പം നമ്മുടെ ശരീരത്തില് രക്തത്തില് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലെ?
നമുക്ക് വേണ്ട സാധനങ്ങൾ, നമ്മുടെ ന്യൂട്രിയൻസ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് ഒക്കെ എന്തിലുണ്ട്? രക്തത്തിലുണ്ട് അല്ലെ? രക്തത്തിലേക്കല്ലേ, രക്തലോമികകളിലേക്കല്ലേ ആഗിരണം ചെയ്യപ്പെടുന്നത്. ഈ സാധനം കോശവുമായിട്ട് അല്ലെ, കോശത്തിലേക്ക് ഇത് എത്തണ്ടേ? എങ്ങനെയാണ് ഈ ഒരു സംവഹനം അല്ലെങ്കിൽ ഈ ഒരു വിനിമയം നടക്കുന്നത്? എങ്ങനെയാണ്? പദാർത്ഥ കൈമാറ്റത്തിൽ കോശങ്ങൾക്കിടയിലുള്ള ദ്രവത്തിന്റെ പ്രാധാന്യം നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുണ്ട് അല്ലെ. കോശങ്ങൾക്കിടയിൽ ഉള്ള പദാർത്ഥ സംവഹനം നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിക്കുന്നുണ്ട് അല്ലെ. എങ്ങനെയാണ് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഒരു കോശത്തിന്റെ ഉള്ളിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചതാ. ഇനി ആ കോശത്തിന്റെ ഇടയിൽ ഒരു ദ്രവമുണ്ട് അല്ലെ. ആ ഒരു ദ്രവത്തിന്റെ പ്രാധാന്യം, ആ ഒരു ദ്രവത്തിനെ നമ്മൾ എന്താ മക്കളെ പറയാ? ടിഷ്യൂ ഫ്ലൂയിഡ് അല്ലെ. ആ ഒരു ദ്രവത്തിനെ നമ്മൾ എന്താ പറയാ? ടിഷ്യൂ ഫ്ലൂയിഡ്. അപ്പം ഈ ഒരു ചിത്രം നിങ്ങൾ നോക്കിക്കേ, ഇതിനുള്ളിലുള്ളതൊക്കെ എന്താണ്? സെല്ലുകളാണ് അല്ലെ, കോശങ്ങളാണ് അല്ലെ, ഓരോരോ കോശങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പം നമ്മുടെ ധമനി ഉണ്ട് ഇവിടെ അല്ലെ. ധമനിയുടെ ഒരു ബ്രാഞ്ചാണ് ഇങ്ങനെ വന്നിട്ട് എന്തായിട്ട് മാറുന്നത്? രക്തലോമികകളായിട്ട് മാറുന്നുണ്ട് അല്ലെ. രക്തലോമികകളായിട്ട് മാറുന്നുണ്ട്. അവസാനം അത് എന്തായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്? സിരയായിട്ട് ഈ രക്തലോമികകൾ കൂടിച്ചേർന്നിട്ട് എന്തായിട്ട് പോകുന്നുണ്ട്? സിരയായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. എന്താ ഞാൻ പറഞ്ഞത്? ധമനിയായിരുന്നു. ഈ ധമനി ഇങ്ങനെ ബ്രാഞ്ചിങ് നടന്നിട്ട് രക്തലോമികകളായിട്ട് മാറിയിട്ട് അവസാനം അത് സിരയായിട്ട്, ഒരൊറ്റ സിരയായിട്ട് എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. അപ്പം ഇവിടെ ഇതിന്റെ ബാക്കിൽ നിങ്ങൾ കുറെ ടിഷ്യൂസ് കാണുന്നില്ലേ, അല്ലെങ്കിൽ കോശങ്ങൾ കാണുന്നില്ലേ? ഈ കോശങ്ങൾക്ക് നമുക്ക് എന്ത് കൊടുക്കണം? വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഒരു രക്തലോമികകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? കൈമാറ്റം ചെയ്യണം എന്ന് വിചാരിക്കാം. അതുകൂടാതെ നിങ്ങൾ ഇവിടെ ഇതും കാണുന്നുണ്ടാവും അല്ലെ, ലിംഫും കാണുന്നില്ലേ പച്ച കളറില്? ലിംഫ് വാഹികളെ കാണുന്നില്ലേ നിങ്ങൾ പച്ച കളറില്? അപ്പം ലിംഫും ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇവിടെ ഈ ഒരു വിനിമയം നടക്കുന്നത് നോക്കാം. അപ്പം ടിഷ്യൂ ദ്രവം അല്ലെങ്കിൽ ടിഷ്യൂ ഫ്ലൂയിഡ്. ടിഷ്യൂ ദ്രവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലോമികകളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ എന്താ മക്കളെ ടിഷ്യൂ ഫ്ലൂയിഡ്? ഒരു മിനിറ്റ്. ലോമികകളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോമികകളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ലോമിക ഭിത്തിയിലെ ചെറു സുഷിരങ്ങളിലൂടെ രക്തത്തിലെ ദ്രാവക ഭാഗം കോശങ്ങൾക്കിടയിലേക്ക് ഊറിയിറങ്ങുന്നു. ഈ ദ്രാവകമാണ് ടിഷ്യൂ ദ്രവം. അപ്പൊ എന്താ മക്കളെ ടിഷ്യൂ ദ്രവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ടിഷ്യൂ ദ്രവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ ലോമികകളിലൂടെ രക്തം ഇങ്ങനെ പോകുന്നുണ്ട് അല്ലെ, നമ്മൾ കണ്ടു. ഈ രക്തലോമികകളിലൂടെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ പോകുന്നുണ്ട്. ആ സമയത്ത് എന്ത് സംഭവിക്കും? ഇതിലേക്ക് ഈ കാപ്പിലറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും, അല്ലെങ്കിൽ ഈ രക്തലോമികകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കാപ്പിലറി എന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ വരിയിലുള്ള കോശങ്ങളെ ഉണ്ടാവുള്ളൂ, ഒറ്റ വരി കോശങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പം ഈ കോശങ്ങൾക്കിടയിൽ എന്തുണ്ടാവാം? ഒറ്റ വരിയിലുള്ള കോശങ്ങളാകുമ്പോൾ അത് ഭയങ്കര ലൂസാല്ലേ, നമ്മൾ ഭയങ്കര ടൈറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ കുറേ ഇത് വേണം. ഇത് ഒറ്റ വരി മാത്രമുള്ള ഒരു കോശങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സാധനം. അപ്പം ഇതിന്റെ ഇടയിൽ എന്ത് വരാം? സുഷിരങ്ങൾ വരാം അല്ലെ. അപ്പം ഈ ഒരൊറ്റ വരിന്റെ ഇടയിൽ സുഷിരങ്ങൾ വരാം. ആ സുഷിരങ്ങളിലൂടെ അല്ലെ, ലോമികകളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ലോമിക ഭിത്തിയിലെ ചെറിയ സുഷിരങ്ങളിലൂടെ രക്തത്തിലെ ദ്രാവക ഭാഗം കോശങ്ങൾക്കിടയിലേക്ക് ഊറിയിറങ്ങുന്നു. ഈ ദ്രാവകമാണ് ടിഷ്യൂ ദ്രവം. ഈ ദ്രാവകത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ടിഷ്യൂ ദ്രവം എന്ന് പറയാം. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഈ ബ്ലഡ് അല്ലെ, ധമനിന്ന് രക്തം ഇങ്ങനെ ലോമികകളിലൂടെ പോകുമ്പം ഈ ലോമികകൾ എങ്ങനെയാണ്? ഒറ്റ വരി കോശങ്ങളാണ്. അപ്പം ഈ രക്തത്തിൽ നിന്ന് എന്ത് ചെയ്യും? സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? ഈ കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തേക്ക് പോകും. അതിനെയാണ് എന്ത് പറയാ? ടിഷ്യൂ ദ്രവം എന്ന് പറയുന്നത്. കോശങ്ങളും ടിഷ്യൂ ദ്രവവും തമ്മിലാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത്. അപ്പം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? ഈ കോശങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇതിൽ കൂടെ പോയിട്ട് ടിഷ്യൂ ദ്രവത്തിലേക്ക് പോകും. ടിഷ്യൂ ദ്രവത്തുനിന്ന് എങ്ങനെയാണ് സംവഹനം നടത്തുന്നതെന്ന് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഒരു കോശത്തിന് വേണ്ട സാധനം എങ്ങനെയാണ് അവർ സപ്ലൈ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? ബ്ലഡ് ലോമികകൾ അല്ലെ, ധമനിയിൽ നിന്നും ലോമികകളായിട്ട് മാറിയിട്ട് സിരയായിട്ട് പോകും. എന്നിട്ട് ഈ ലോമികകളാണെങ്കിൽ ഒറ്റ വരി കോശങ്ങളായിരിക്കും.
ആ കോശങ്ങളിലൂടെ, ഒറ്റവരി കോശങ്ങളിലുള്ള ലോമികകളിലൂടെ പോകുന്ന സമയത്ത് ആ ചെറു സുഷിരങ്ങളിലൂടെ എന്ത് ചെയ്യും? രക്തത്തിലെ ദ്രാവക ഭാഗം കോശങ്ങൾക്കിടയിലേക്ക് ഊറിയിറങ്ങുന്നു. ഈ ദ്രാവകമാണ് ടിഷ്യൂ ദ്രവം. ഇനി കോശങ്ങളും ടിഷ്യൂ ദ്രവവും തമ്മിലാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത്. എന്നിട്ട് കോശങ്ങളും ടിഷ്യൂ ദ്രവങ്ങളും തമ്മിൽ എന്ത് സംഭവിക്കും? പദാർത്ഥ സംവഹനം നടക്കും. മനസ്സിലായോ മക്കളെ? മനസ്സിലായല്ലേ? ഓക്കെ. ഇനി നമ്മൾ ടിഷ്യൂ ദ്രവം പഠിച്ചു. എന്താണ് ലിംഫ്? നമ്മൾ കേട്ടിട്ടുണ്ട് ലിംഫ് വാഹി, ലാക്റ്റിയൽ എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കുകയാണ് ലിംഫ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? ഞാൻ പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ലിംഫ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ലിംഫ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ലിംഫ് ടിഷ്യൂ ദ്രവത്തിന്റെ ഒരു ഭാഗം ലിംഫ് ലോമികകളിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് ലിംഫ്. അപ്പം നമ്മളെ ടിഷ്യൂ ദ്രവം ഉണ്ട് അല്ലെ? ഈ ടിഷ്യൂ ദ്രവം എന്തായിരുന്നു? ഇതിലെ കൂടെ പോകുമ്പം ടിഷ്യൂ ദ്രവത്തിലേക്ക് പോകുന്നുണ്ട്. ഈ ടിഷ്യൂ ദ്രവത്തിന്റെ ഒരു ഭാഗം ഇവിടെയുള്ള ലിംഫിന്റെ ഇതിലേക്ക് എന്ത് ചെയ്യും? പോകും. ഓക്കെ, ഈ പച്ച കളർ കാണുന്ന ഇതിലേക്ക് എന്ത് ചെയ്യും? ലിംഫിന്റെ ഭാഗത്തിലേക്ക് പോകും. അതാണ് ലിംഫ് എന്ന് പറയുന്നത്. അപ്പം ടിഷ്യൂ ദ്രവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ആ ഒരു സ്ഥലത്തേക്ക് ഊസ് ചെയ്ത് ഇറങ്ങുന്നത്. ഇനി ലിംഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ ദ്രവത്തിന്റെ ഒരു ഭാഗം ലിംഫ് ലോമികകളിലേക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിംഫ് എന്ന്. അപ്പം ലിംഫിലൂടെയാണ് കൊഴുപ്പിന്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ലഘുഘടകങ്ങൾ. ഏതായിരുന്നു? കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. ഏതാ? എ, ഡി, ഇ, കെ. ഇതാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. വൈറ്റമിൻ എ, ഡി, ഇ, കെ. അപ്പം ഇതും പിന്നെ കൊഴുപ്പിന്റെ ദഹനഫലമായി ഉണ്ടാകുന്ന പോഷക ഘടകങ്ങൾ ഏതൊക്കെയായിരുന്നു? കൊഴുപ്പിന്റെ ദഹനഫലമായിട്ടുണ്ടാവുന്ന പോഷക ഘടകങ്ങൾ. അതെ, ഫാറ്റി ആസിഡും ഗ്ലിസറോളും അല്ലെ? ഫാറ്റി ആസിഡും ഗ്ലിസറോളും. അപ്പം ഈ ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും പിന്നെ കൊഴുപ്പിൽ ദഹിക്കുന്ന അല്ലെങ്കിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളെയും സംവഹനം ചെയ്യപ്പെടുന്നത് ലിംഫിലൂടെയാണ്. ശരിയല്ലേ? അപ്പൊ നമുക്ക് ലിംഫ്, നമ്മള് രക്തപര്യന വ്യവസ്ഥ നമുക്ക് പഠിക്കാനുണ്ട്. രക്തം എങ്ങനെയാണ് ഒഴുകുന്നതെന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ലിംഫ് വ്യവസ്ഥയാണ്. ലിംഫ് എങ്ങനെയാണ്, ലിംഫിന്റെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം ലിംഫ് വ്യവസ്ഥയിൽ ഉള്ള ആൾക്കാരാണ് ലിംഫ് ഉണ്ട്. ലിംഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടിഷ്യൂ ദ്രവത്തിൽ നിന്നും ലിംഫ് ലോമികകളിലേക്ക് പോകുന്ന സാധനം. അതാണ് എന്താ? ലിംഫ്. അപ്പം ലിംഫ് ഉണ്ട്. ലിംഫിനെ കൊണ്ടുപോകുന്ന വാഹികളെ നമ്മൾ ലിംഫ് വാഹികൾ എന്ന് വിളിക്കും. ലിംഫ് നോഡുകൾ ഉണ്ട് അല്ലെ? നമ്മുടെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ എന്തുണ്ട്? ലിംഫ് നോഡുകളുണ്ട്. അപ്പം ലിംഫ് നോഡുകളുണ്ട്. സ്പ്ലീൻ ഉണ്ട്. പ്ലീഹ എന്നൊക്കെ പറയും. അപ്പൊ സ്പ്ലീൻ എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള, നമ്മുടെ വയറിന്റെ ആ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഒരു പോർഷനാണ് സ്പ്ലീന്. പിന്നെ നമ്മുടെ അസ്ഥി മജ്ജ, പിന്നെ തൈമസ് ഗ്ലാൻഡ്, തൈമസ് ഗ്രന്ഥി, ഇവ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ലിംഫ് വ്യവസ്ഥ. അപ്പൊ നമ്മുടെ ലിംഫ് വ്യവസ്ഥയിൽ എന്തൊക്കെയാ മക്കളെ ഉൾപ്പെടുന്നത്? ലിംഫ് വ്യവസ്ഥയിൽ എന്തൊക്കെയാ ഉള്ളത്? ലിംഫ് ഉണ്ട്, ലിംഫ് വാഹികളുണ്ട്, ലിംഫ് നോഡുകളുണ്ട്, സ്പ്ലീൻ ഉണ്ട്, അസ്ഥിമജ്ജയുണ്ട്, തൈമസ് ഗ്ലാൻഡ് ഉണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ലിംഫ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന ആൾക്കാർ. ഇനി ലിംഫ് എന്ന് പറയുന്നത് ഒരു വെള്ളത്തിന്റെ ഒരു പോർഷൻ അല്ലേ? ഒരു ഫ്ലൂയിഡ് നാച്ചുറലുള്ള സാധനം അല്ലേ? ഇനി ആ ലിംഫില് ചുവന്ന രക്തകോശങ്ങളില്ല. പ്രോട്ടീൻ തന്മാത്രകൾ, വലിയ പ്രോട്ടീൻ തന്മാത്രകളായിട്ടുള്ള ഏതൊക്കെയായിരുന്നു? പ്ലാസ്മയിലുള്ള പ്രോട്ടീൻ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ അല്ലെ? അങ്ങനെ വലിയ പ്രോട്ടീൻ തന്മാത്രകളും ഇല്ല, ചുവന്ന രക്തകോശങ്ങളൊന്നുമില്ല. ആൻഡ് ലിംഫ് വ്യവസ്ഥ, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. അപ്പം ലിംഫ് സിസ്റ്റം, നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്, നമ്മുടെ ലിംഫ് വ്യവസ്ഥ എന്ന് പറയുന്നത്
രോഗപ്രതിരോധമാണ്. നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജലദോഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇവിടുത്തെ ലിംഫുകൾ എന്തായിട്ടുണ്ടാവും, ലിംഫ് നോഡുകൾ നിങ്ങൾക്ക് തൊടുമ്പോൾ വേദനയൊക്കെ ഉണ്ടാവും. ഡോക്ടേഴ്സ് ഇങ്ങനെ തൊട്ട് നോക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പം എന്തെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ പ്രതിരോധം എന്നുള്ള രീതിയിൽ ആരാണ്, ലിംഫ് വ്യവസ്ഥ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതാണ് ലിംഫ് വ്യവസ്ഥയെ പറ്റി പറയാനുള്ളത്. സോ ലിംഫ് വ്യവസ്ഥയിൽ ആരൊക്കെയുള്ളത്? ലിംഫ് ഉണ്ട്, ലിംഫ് വാഹിയുണ്ട്, ലിംഫ് നോഡുകളുണ്ട്, സ്പ്ലീൻ ഉണ്ട്, തൈമസ് ഗ്ലാൻഡ് ഉണ്ട്, അസ്ഥിമജ്ജ ഉണ്ട് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിലുള്ളത്, ലിംഫ് വ്യവസ്ഥയിലുള്ളത്. ഒരു ചിത്രം കാണാൻ പറ്റുന്നില്ലേ? ലിംഫിന്റെ സർക്കുലേഷൻ എവിടെയൊക്കെയാണ് ലിംഫ് നോഡുകൾ ഉള്ളത് അല്ലെ. ലിംഫിനെ സർക്കുലേഷന് സഹായിക്കുന്നത്, ലിംഫ് സർക്കുലേഷന് സഹായിക്കുന്നതാണ് ലിംഫ് വാഹി. ഞാൻ പറഞ്ഞു നമ്മുടെ ശരീരത്തില് ഇടതു സൈഡിലായിട്ട് കാണുന്ന ഒരു ഓർഗനാണ് എന്ത്, സ്പ്ലീൻ. ഓക്കെ, വയറിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഒരു ഓർഗനാണ് സ്പ്ലീൻ. പിന്നെ നമുക്ക് ഈ ലിംഫ് നോഡുകൾ എപ്പോഴും എന്തായിരിക്കും, ഇങ്ങനെ ഉണ്ടായിട്ട് കാണിച്ചിരിക്കുന്ന ഭാഗം എന്താണ്, ലിംഫ് നോഡുകളാണ് കേട്ടോ. അപ്പം ഈ ചെറുതായിട്ട് ഉണ്ടകളായിട്ട് കാണിച്ചിരിക്കുന്ന ഭാഗം ലിംഫ് നോഡുകളാണ്. അപ്പം ലിംഫ് വാഹികൾ, ലിംഫ് നോഡുകൾ, തൈമസ് ഗ്ലാൻഡ്, അസ്ഥിമജ്ജ, പിന്നെ എന്താണ്, സ്പ്ലീൻ. ഇതൊക്കെയാണ് ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മള് എന്തൊക്കെ ഇപ്പൊ പഠിച്ചു? അപ്പൊ നമ്മള് രക്തം എന്താന്ന് പഠിച്ചു, ലിംഫ് എന്താന്ന് പഠിച്ചു, ടിഷ്യൂ ദ്രവം എന്താന്ന് പഠിച്ചു അല്ലെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പം ഇതിൽ നമ്മൾ കണ്ട സാധനം തന്നെയാണിത് അല്ലെ, ധമനിയാണിത്. ധമനി, രക്തത്തിന്റെ ധമനി. ധമനികള് എന്തായിട്ട് മാറും, ലോമികകളായിട്ട് അല്ലെ, ബ്രാഞ്ച് ചെയ്ത് പോകും അല്ലെ. ഇവിടെ ശാഖകളായിട്ട് മാറുന്നത് കണ്ടില്ലേ നിങ്ങള്? രക്തലോമികകൾ കുറെ കുഞ്ഞി ശാഖകളായിട്ട് മാറിയിട്ട് അത് ലാസ്റ്റ് നീല കളറിൽ കാണിച്ചിട്ടുള്ളത് സിരയാണ്. അപ്പൊ ചുവന്ന കളറിൽ എപ്പോഴും നമ്മള് മിക്കവാറും നമ്മൾ ധമനിയാണ് കാണിക്കുക, നീല കളറില് സിരയെയാണ് പൊതുവെ കാണിക്കാറ്. അപ്പം ചുവന്ന കളറിലുള്ള ധമനി എന്ത് ചെയ്യും, കുറെ ശാഖകളായിട്ട് രക്തലോമികകളായിട്ട് മാറും. അതിനുശേഷം എല്ലാം കൂടെ കൂടിച്ചേർന്നിട്ട് ഒരു സിരയായിട്ട് മാറും. ഓക്കെ, അപ്പം എന്താണ് ധമനി, എന്താണ് രക്തലോമിക, എന്താണ് സിര? ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ നമ്മളൊന്ന് എന്താന്ന് നോക്കാം കേട്ടോ. അപ്പം ധമനി എങ്ങനെയായിരിക്കുന്നത്? ധമനിക്ക് ഇംഗ്ലീഷിൽ എന്താ പറയാ മക്കളെ? ധമനിക്ക് ഇംഗ്ലീഷിൽ ആർട്ടറി എന്നാ പറയാ. എന്താ പറയാ? ആർട്ടറി. ലോമികയ്ക്ക് ഇംഗ്ലീഷിൽ എന്താ പറയാ? കാപ്പിലറി എന്നാ പറയാ. ആൻഡ് സിരയ്ക്ക് ഇംഗ്ലീഷിൽ എന്താ പറയാ? വെയിൻ. അപ്പം ധമനി എന്ന് പറഞ്ഞാല് ആർട്ടറി. ചില ബേസിക് ഇംഗ്ലീഷ് വാക്കുകൾ നിങ്ങൾ പഠിക്കുന്നതിൽ തെറ്റില്ല കേട്ടോ. അപ്പം ധമനി എന്ന് പറഞ്ഞ ആർട്ടറി ആണ്, ലോമിക എന്ന് പറഞ്ഞ കാപ്പിലറി ആണ്, സിര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെയിൻ ആണ്. അപ്പൊ ധമനിന്റെ ചിത്രം നിങ്ങൾ നോക്കിയേ, ഇതാണ് ധമനി അല്ലെ. ഈ ധമനി എന്ന് പറയുന്നത് കട്ടി കൂടിയ ഇലാസ്തികതയുള്ള ഭിത്തിയാണ് അല്ലെ. ഈ ധമനിന്റെ കട്ടി നിങ്ങൾ കണ്ടോ? ഈ ധമനി ഭയങ്കര കട്ടിയിലാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ധമനി എന്ന് പറയുന്നത്, സിര നോക്കൂ, സിര ഭയങ്കര ചെറുത്, അത്ര കട്ടിയില്ല. ധമനിന്റെ അത്ര കട്ടിയിലല്ല സിര കാണിച്ചിട്ടുള്ളത്. അപ്പം ധമനി എന്താണ്? കട്ടി കൂടിയിട്ടുള്ള ഒരു ഇലാസ്റ്റിക് ആയിട്ടുള്ള അല്ലെ, ഒരു വലിച്ചാ നീട്ടാൻ പറ്റുന്ന ടൈപ്പിനെയല്ലേ നമ്മൾ ഇലാസ്റ്റിക് ടൈപ്പ് എന്ന് പറയാ. അപ്പം കട്ടി കൂടിയ ഇലാസ്തികതയുള്ള ഭിത്തിയാണ്. ധമനിയിൽ കൂടെ എങ്ങനെയാ മക്കളെ രക്തം ഒഴുകുന്നത്? ഞാൻ പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ മുഴുവൻ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ ശരീരത്തിൽ രക്തം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിനകത്ത് ധമനിയിലൂടെ സഞ്ചരിക്കുന്ന രക്തമാണെന്നുണ്ടെങ്കിൽ രക്തം ഉയർന്ന മർദ്ദത്തിലും വേഗതയിലുമായിരിക്കും ഒഴുകുന്നുണ്ടാവുക. ധമനിയിൽ കൂടെ സഞ്ചരിക്കുന്ന രക്തം ഭയങ്കര ഉയർന്ന മർദ്ദത്തിലും വേഗതയിലുമായിരിക്കും സഞ്ചരിക്കുന്നുണ്ടാവുക. ഇത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നത് ആരാണ്? ധമനിയാണ്. നമ്മുടെ ഹൃദയം അല്ലെ. ഹൃദയം എന്താണ്? പമ്പിങ് ഓർഗൻ ആണ് കേട്ടോ. അതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. ഹൃദയത്തിൽ നിന്നും രക്തം പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ധമനി വഴിയാണ് പുറത്തേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഏറ്റവും വലിയ ധമനിയായിട്ടുള്ള അയോട്ട വഴിയാണ് എന്ത് ചെയ്യുന്നത്? രക്തം പുറത്തേക്ക് പോകുന്നത്. മഹാധമനി അല്ലെ. ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു. ഇനി ധമനികള് എന്ത് ചെയ്യുന്നുണ്ട്? ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? എന്തായിട്ട് മാറുന്നുണ്ട്? ലോമികകളായിട്ട് മാറുന്നുണ്ട് അല്ലെ. ബ്രാഞ്ച് ചെയ്തിട്ട് രക്തത്തിന്റെ ലോമികകളായിട്ട് മാറുന്നുണ്ട്.
ഈ ലോമിക എന്ന് പറയുന്നത് ഒറ്റ നിര കോശങ്ങൾ മാത്രമുള്ള ഭിത്തിയാണ്. നമ്മൾ ഓൾറെഡി അത് പഠിച്ചതാണ്. അത് ഒറ്റ നിര കോശങ്ങൾ ആയതുകൊണ്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ടിഷ്യൂ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ടിഷ്യൂ ദ്രവം ഫോം ചെയ്യുന്നത് അല്ലെ. ഇത് ഒറ്റ നിര കോശങ്ങൾ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഇതിലെ കൂടെ ഇങ്ങനെ ബ്ലഡ് പോകുന്ന സമയത്ത് ഇതിലെ കൂടെ കുറച്ച് ഫ്ലൂയിഡ് പാർട്ട് അല്ലെ, കുറച്ച് ഭാഗങ്ങള് ടിഷ്യൂ ദ്രവമായിട്ട് ടിഷ്യൂകളുടെ ഇടയിലേക്ക് എന്ത് ചെയ്യും? അല്ലെങ്കിൽ കോശങ്ങളുടെ ഇടയിലേക്ക് എന്ത് ചെയ്യും? പോകുന്നുണ്ട്. അപ്പം ഈ ലോമിക എന്ന് പറയുന്നത് എന്താണ്? ഒറ്റ നിര കോശങ്ങൾ മാത്രമുള്ള ഭിത്തിയാണ് അല്ലെ. ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. അറിയാലോ മക്കളെ, ഈ അതിസൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നേരത്തെ നമ്മൾ ടിഷ്യൂ ദ്രവം ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. അപ്പം ഈ ഭിത്തിയിൽ എന്തുണ്ട്? രക്തലോമിക എന്ന് പറയുന്നത് ഒറ്റ വരി കോശങ്ങളാണ്. ആ ഭിത്തിയിൽ അതിസൂക്ഷ്മമായിട്ടുള്ള സുഷിരങ്ങളുണ്ട്. ഇത് രക്തം വളരെ കുറഞ്ഞ മർദ്ദത്തിലും വേഗതയിലുമാണ് ഒഴുകുന്നത്. അപ്പം നല്ല മർദ്ദത്തിലും നല്ല വേഗതയിലും ഒഴുകുന്നത് എവിടെയാണ്? ധമനിയിലാണ് അല്ലെ. ഇനി ലോമികയിലാണെന്നുണ്ടെങ്കിൽ രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗതയിലുമാണ് ഒഴുകുന്നത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതെ. ഇനി ലാസ്റ്റ് വൺ ആണ് സിര. നിങ്ങൾ നോക്കിയേ, സിര എന്ന് പറയുന്നത് കട്ടി കുറഞ്ഞതാണ് അല്ലെ. ധമനി എന്തായിരുന്നു? വലിയ കട്ടി കൂടിയതായിരുന്നു. സിര എന്ന് പറയുന്നത് കട്ടി കുറഞ്ഞ് വലിയ ഫോഴ്സിലും വലിയ ശക്തിയിലല്ല രക്തം ഒഴുകുക. ഓക്കെ, കട്ടി കുറഞ്ഞൊരു ഭിത്തിയാണ്. രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു. ഓക്കെ, അപ്പം സിര എന്ന് പറയുന്നത് രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലുമാണ് ഒഴുകുന്നത്. ധമനിയില് രക്തം കൂടിയ മർദ്ദത്തിലും വേഗത്തിലുമാണ് ഒഴുകുന്നത്. ലോമികയില് രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലുമാണ് ഒഴുകുന്നത്. ഇനി സിരകളില് നമുക്ക് എന്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാൽവുകൾ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കാലിൽ നിന്നും ബ്ലഡ് അൾട്ടിമേറ്റ് ആയിട്ട് എല്ലാത്തിനും രക്തത്തിന് എവിടേക്ക് എത്തേണ്ടത്? ഹൃദയത്തിലേക്ക് എത്തണം അല്ലെ. ഹൃദയത്തിലേക്ക് എത്തണം. അപ്പം ആ ഹൃദയത്തിൽ എത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ കാലിലുള്ള രക്തമാണെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മുടെ ശരീരം മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്? രക്തം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലെ. അപ്പം കാലിലുള്ള രക്തത്തിന് ഹൃദയത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റി താഴോട്ടേക്കല്ലേ, ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മേലേക്ക് വേണം അല്ലെ രക്തത്തിന് വരാൻ വേണ്ടിയിട്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പം മേലേക്ക് ഇങ്ങനെ കേറി രക്തം വരുന്ന സമയത്ത് താഴേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെ. അപ്പം എപ്പോഴും എന്തുണ്ട്? അപ്പം ഈ വെയിൻ വഴി പോകുന്ന ഇതിന് താഴേക്ക് ധമനികൾക്ക് കുഴപ്പമില്ല, ധമനി താഴേക്ക് അങ്ങ് ഒഴുകിക്കോളും. തിരിച്ചെടുക്കുന്നത് ആരാണ്? വെയിൻ ആണ്. അല്ലെങ്കിൽ സിരയാണ് എന്ത് ചെയ്യേണ്ടത്? തിരിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പം അവിടെ ആരുണ്ട്? വാൽവുകൾ കാണപ്പെടുന്നുണ്ട്. അപ്പം ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നു. അപ്പം ഹൃദയത്തിൽ നിന്നും പോകുന്നത് ധമനിയാണ്, ഹൃദയത്തിലേക്ക് വരുന്നത് സിരയാണ്. ഹൃദയത്തിൽ നിന്നും പോകുന്നത് ധമനിയാണ്, ഹൃദയത്തിലേക്ക് വരുന്നത് സിരയാണ്. അതുകൊണ്ടാണ് താഴെ ഭാഗത്തുനിന്ന് മേലേ ഭാഗത്തേക്ക് വരാൻ വേണ്ടിയിട്ട് രക്തം പിന്നെയും താഴേക്ക് അങ്ങ് ആയിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിരയ്ക്ക് എന്തുണ്ടെന്ന് പറയുന്നത്? വാൽവുകൾ കാണപ്പെടുന്നത്. മനസ്സിലായോ? ഇനി നമ്മൾ ഒരു കൺസെപ്റ്റ് പഠിക്കുകയാണ്, പോർട്ടൽ സിരകൾ അല്ലെങ്കിൽ പോർട്ടൽ വെയിൻസ്. പോർട്ടൽ സിരകൾ അല്ലെങ്കിൽ പോർട്ടൽ വെയിൻസ്. ഞാൻ പറഞ്ഞു നമ്മുടെ ഹൃദയമാണ് രക്തത്തെ പമ്പ് ചെയ്യുന്ന ഓർഗൻ. നമ്മുടെ അവയവം, നമ്മുടെ ഹൃദയമാണ് രക്തം പമ്പ് ചെയ്യുന്ന അവയവം. അപ്പം രക്തം എന്ന് പറയുന്ന സാധനം ഹൃദയവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെ. ഹൃദയത്തിൽ നിന്നും രക്തം ധമനി വഴി പോയിട്ട് സിര വഴി തിരിച്ച് ഹൃദയത്തിലെത്തണം. വീണ്ടും ധമനി വഴി പോകുന്നു, സിര വഴി വരണം. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രക്തപര്യന വ്യവസ്ഥയുള്ളത്. ക്ലിയർ? ഹൃദയമാണ് നമ്മുടെ രക്തം പമ്പ് ചെയ്യുന്ന ഓർഗൻ. ഹൃദയത്തിൽ നിന്നും രക്തം ധമനി വഴി പുറത്തേക്ക് പോയിട്ട് സിര വഴി എന്ത് ചെയ്യണം? അകത്തേക്ക് വരണം. ശരിയല്ലേ? ഇനി വേറൊരു തരം സിരകളാണ് പോർട്ടൽ സിരകൾ. എന്താണ് പോർട്ടൽ സിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില സിരകൾ ഹൃദയത്തിലേക്ക് നേരിട്ട് രക്തം എത്തിക്കുന്നതിനു പകരം അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്നു. ഇത്തരം സിരകളാണ് പോർട്ടൽ സിരകൾ. ഞാൻ പറഞ്ഞു ഹൃദയത്തിൽ നിന്നും സിര വഴി പുറത്തേക്ക് ധമനി വഴി പുറത്തേക്ക് പോയിട്ട് സിര വഴി ഹൃദയത്തിലേക്ക് എത്തണം. വീണ്ടും ധമനി വഴി പോകണം. അപ്പം
ഈ ഒരു രീതിയിലാണ് നമ്മുടെ ശരീരത്തിൽ പോകേണ്ടത് അല്ലെ. എപ്പോഴും ഹൃദയത്തിലേക്കാണ് എത്തേണ്ടത്. ഒരു ഓർഗൻ, ഏതൊരു ഓർഗൻ ആണെങ്കിലും ഏതൊരു അവയവത്തിൽ രക്തം പോയി കഴിഞ്ഞാലും രക്തം എങ്ങോട്ടേക്കാണ് എത്തേണ്ടത്? ഹൃദയത്തിലേക്കാണ് എത്തേണ്ടത്. പക്ഷേ ഈ പോർട്ടൽ സിര വഴി പോകുന്ന രക്തം എങ്ങോട്ടേക്കായിരിക്കും പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവയവത്തിൽ നിന്നും വേറൊരു അവയവത്തിലേക്കായിരിക്കും പോവുക. ഹൃദയം എന്ന് പറയുന്ന അവയവത്തിലേക്കായിരിക്കൂല പോവുക, ഒരു അവയവത്തിൽ നിന്നും വേറെ ഏതെങ്കിലും അവയവത്തിലേക്കായിരിക്കും പോവുക. അങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ പോർട്ടൽ സിരകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ മക്കളെ? പോർട്ടൽ സിരകൾ എന്താ പോർട്ടൽ സിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സിരകൾ ഹൃദയത്തിലേക്ക് നേരിട്ട് രക്തം എത്തിക്കുന്നതിന് പകരം അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്നു. ഇത്തരം സിരകളാണ് പോർട്ടൽ സിരകൾ. അപ്പം ഹൃദയത്തിലേക്കായിരിക്കൂല അവര് രക്തത്തെ കൊണ്ടുവരിക, ഒരു അവയവത്തിൽ നിന്നും വേറെ അവയവത്തിലേക്കായിരിക്കും കൊടുക്കുക. അപ്പം അങ്ങനത്തെ സിരകളെയാണ് നമ്മൾ പോർട്ടൽ സിരകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിനുള്ള ഒരു ഉദാഹരണമാണ് ഈ ഉദാഹരണം നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ ഉദാഹരണം പോർട്ടൽ സിരയുടെ ഉദാഹരണമാണ് എന്താണ്? നമ്മുടെ ചെറുകുടൽ അല്ലെ. നമുക്ക് പഠിച്ചൊക്കെ മറന്നോ മക്കളെ? നമ്മൾ ദഹനം പഠിച്ചു. ദഹനം പഠിച്ചിട്ട് നമ്മൾ എവിടെയാ? ചെറുകുടലിൽ നിന്നും വില്ലസ് വഴിയല്ലേ നമ്മൾ എന്തെടുക്കുന്നത്? നമ്മുടെ പോഷക ഘടകങ്ങളെയൊക്കെ എടുക്കുന്നത്. വില്ലസൊക്കെ ഓർമ്മയില്ലേ? ഒരു വിരല് പോലെയുള്ള സ്ട്രക്ചർ അല്ലെ. ആ വില്ലസിലാണ് നമ്മൾ രക്തത്തെ ആഗിരണം ചെയ്യുന്നത്. അപ്പം ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന പോഷക ഘടകങ്ങളെ കരളിലെത്തിക്കുന്ന ഹെപ്പാറ്റിക് പോർട്ടൽ സിര, അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പം ചെറുകുടലിൽ നിന്നും നമ്മൾ ഈ പോഷക ഘടകങ്ങളെ ഒക്കെ ആഗിരണം ചെയ്തിട്ട് ഇതിനെ എങ്ങോട്ടേക്കാ കൊണ്ടുപോകുന്നത്? ഹൃദയത്തിലേക്കാണോ കൊണ്ടുപോകുന്നത്? അല്ല, ഒരു അവയവത്തിൽ നിന്നും വേറൊരു അവയവത്തിലേക്കാണ്, കരൾ എന്ന് പറയുന്ന ഒരു അവയവത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു പോർട്ടൽ സിരയുടെ ഉദാഹരണമാണ് ഇത്. ആ പോർട്ടൽ സിരയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിര. മനസ്സിലായോ? ഹെപ്പാറ്റിക് പോർട്ടൽ സിര എന്താന്ന്? ചെറുകുടലിൽ നിന്നും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങളെ കരളിലെത്തിക്കുന്ന ഹെപ്പാറ്റിക് പോർട്ടൽ സിര അല്ലെ. ഹെപ്പാറ്റിക് പോർട്ടൽ സിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു സാധനത്തിന് രക്തത്തിന് ഹൃദയത്തിലേക്കാണ് എത്തിക്കേണ്ടത്, ഹൃദയത്തിലേക്കല്ല എത്തിക്കുക. ഒരു അവയവത്തിൽ നിന്നും വേറെ ഏതെങ്കിലും ഒരു അവയവത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത്തരം സിരകളെയാണ് നമ്മൾ പോർട്ടൽ സിരകൾ എന്ന് പറയുന്നത്. ഹെപ്പാറ്റിക് പോർട്ടൽ സിര ഒരു ഉദാഹരണമാണ്. കാരണം ചെറുകുടലിൽ നിന്നും അത് കരളിലേക്കല്ല പോകുന്നത്. എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഹൃദയത്തിലേക്കല്ല അത് പോകുന്നത്. എങ്ങോട്ടേക്കാണ് അത് പോകുന്നത്? കരളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിര ഒരു പോർട്ടൽ സിരയുടെ ഉദാഹരണമാണ്. ഓക്കെ, അപ്പം ചെറുകുടലിൽ നിന്നും രക്തത്തിലേക്കും ലിംഫിലേക്കും ആഗിരണം ചെയ്യപ്പെട്ട പോഷക ഘടകങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗത്ത് എത്തിച്ചേരുന്നത് എപ്രകാരമായിരിക്കും? അപ്പം ഞാൻ പറഞ്ഞു, ഹൃദയത്തിലൂടെ പോയി കഴിഞ്ഞാലാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിലും എത്തുക അല്ലെ. ഹൃദയമാണ് ധമനി വഴി, സിര വഴി, ഹൃദയം വഴി, ധമനി വഴി, അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പോഷക ഘടകങ്ങളുടെ സംവഹനം നടക്കുന്നത്. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹന പ്രക്രിയ കഴിഞ്ഞിട്ട് എവിടെയാണുള്ളത്? ചെറുകുടലിൽ നിന്ന് നേരെ പോർട്ടൽ സിര വഴി കരളിലാണ് എത്തിയിട്ടുള്ളത്. ഇനി അതെങ്ങനെയാണ്? അത് ഹൃദയത്തിൽ എത്തിയിട്ടല്ലേ, ഹൃദയമല്ലേ പമ്പ് ചെയ്യുന്നത്. അപ്പം അത് എങ്ങനെയായിരിക്കും നടക്കുന്നുണ്ടാവുക? അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ ഓർത്തു വന്നാൽ നമുക്ക് ഇത് എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം വില്ലസ് ആണ് ചെറുകുടലില് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടുന്ന് സ്റ്റൊമക്ക് വഴി സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വില്ലസ് ഉണ്ട് അല്ലെ. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എന്തുണ്ട്? വില്ലസ് ഉണ്ട്. ഈ വില്ലസിൽ നിന്നും എന്ത് സംഭവിക്കും? ഏതൊക്കെ ദഹനം നടന്നിട്ട് ഏതൊക്കെ കിട്ടുന്നുണ്ട്? കാർബോഹൈഡ്രേറ്റ് ദഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റിന് ഗ്ലൂക്കോസ് കിട്ടുന്നുണ്ട്, ഫ്രക്ടോസ് കിട്ടുന്നുണ്ട്, ഗാലക്ടോസ് കിട്ടുന്നുണ്ട്. ഇനി പ്രോട്ടീൻ ഡൈജഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രോട്ടീനിന്റെ ദഹനം നടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അമിനോ ആസിഡുകളെയാണ് അല്ലെ. ഇനി കൊഴുപ്പിന്റെ ദഹനം നടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഫാറ്റി ആസിഡും
ഗ്ലിസറോളുമാണ്. ശരിയല്ലേ? അതെ. അപ്പം ഇങ്ങനത്തെ ഈ കൊഴുപ്പിന്റെ ദഹനം നടന്നു കഴിഞ്ഞ് കിട്ടുന്ന ഫാറ്റി ആസിഡും ഗ്ലിസറോളും പോകുന്നത് നേരെ ലാക്റ്റിയലിലേക്കാണ് അല്ലെ. ലിംഫ് വെസൽ വഴിയാണ് അത് പോകുന്നത്. അത് ലാക്റ്റിയലിലേക്ക് പോകും. ബാക്കി സാധനം എങ്ങോട്ടേക്കാ പോകുന്നത്? രക്തലോമികകളിലേക്കല്ലേ. രക്തലോമികകളിലേക്കല്ലേ. ഈ വില്ലസിലെ രക്തലോമികകളിലേക്ക് എടുക്കുന്ന പോഷക ഘടകങ്ങൾ എങ്ങോട്ടേക്ക് പോകും മക്കളെ? എങ്ങോട്ടേക്കാ പോകുന്നത്? ഈ വില്ലസിന്ന് നേരെ കണ്ടോ നിങ്ങള് എന്നാ ഹെപ്പാറ്റിക് അല്ലെ. ഹെപ്പാറ്റിക് ഇവിടെ നിന്നൊക്കെ പോഷക ഘടകങ്ങൾ പോകുന്നത് എങ്ങോട്ടേക്കാണ്? പോർട്ടൽ സിര വഴി എങ്ങോട്ടേക്കാ? ലിവറിലേക്ക് അല്ലെ. ലിവറിലേക്ക്. ഹെപ്പാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവർ എന്നാണ് അർത്ഥം. ഓക്കെ, ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരൾ എന്നാണ്. ലിവർ എന്ന് പറഞ്ഞാൽ കരളാണ്. ഹെപ്പാറ്റിക് എന്ന് പറഞ്ഞാൽ ലിവർ ആണ് അല്ലെങ്കിൽ കരളാണ്. ഹെപ്പാറ്റിക് എന്ന് പറയുന്ന വേർഡ് നമ്മൾ എപ്പോഴും കരളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം ഇവിടുന്ന് വില്ലസിൽ നിന്നുള്ള ന്യൂട്രിയൻസ് നേരെ, അതായത് ഏതൊക്കെ ന്യൂട്രിയൻസ് എന്നും കൂടെ ആലോചിക്കണേ. ഗ്ലൂക്കോസ് ഉണ്ട്, ഫ്രക്ടോസ് ഉണ്ട്, ഗാലക്ടോസ് ഉണ്ട്, അമിനോ ആസിഡ് ഉണ്ട് അല്ലെ. ഇത്രയും സാധനങ്ങൾ, ഇത്രയും പോഷക ഘടകങ്ങൾ എന്താ ചെയ്യുന്നത്? നേരെ പോർട്ടൽ സിര അല്ലെ. പോർട്ടൽ സിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോർട്ടൽ സിര എന്താണ്? നേരിട്ട് ഹൃദയത്തിലേക്ക് പോകുന്നതിന് പകരം എങ്ങോട്ടേക്ക് പോകും? മറ്റൊരു അവയവത്തിലേക്ക് പോകും. ഇവിടത്തെ ഹെപ്പാറ്റിക് പോർട്ടൽ സിര എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാ പോകുന്നത്? ഇവിടെ നിന്നും എങ്ങോട്ടേക്ക്? ഹെപ്പാറ്റിക് അല്ലെങ്കിൽ കരളിലേക്ക് പോകുന്നതിനാണ് ഇവിടത്തെ പോർട്ടൽ സിര അല്ലെ. അപ്പം ഇതെന്ത് ചെയ്യുന്നുണ്ട്? പോർട്ടൽ സിര വഴി ഇവിടെ കരളിലെത്തും. അതല്ലേ പോഷക ഘടകങ്ങൾ വില്ലസിലെ രക്തലോമികകളിൽ നിന്ന് പോർട്ടൽ സിര വഴി കരളിലെത്തുന്നു. അപ്പം പോഷക ഘടകങ്ങൾ എന്ത് ചെയ്തു? ഇവിടുന്ന് പോർട്ടൽ സിര വഴി കരളിലേക്ക് എത്തി. എന്നിട്ട് കരളിൽ നിന്ന് ഒരു സിര പോകുന്നത് കണ്ടോ നിങ്ങള്? കരളിൽ നിന്ന് ഒരു സിര പോകുന്നത് കണ്ടോ? ആ സിരയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെപ്പാറ്റിക് സിര. അപ്പം ഈ ഒരു സിര, വില്ലസിൽ നിന്നും കരളിലേക്ക് പോകുന്ന സിരയെ നമ്മൾ പോർട്ടൽ സിര എന്ന് വിളിച്ചു. ഇനി കരളിൽ നിന്നും പുറത്തേക്ക് പോകുന്ന സിരയെ നമ്മൾ ഹെപ്പാറ്റിക് സിര എന്ന് വിളിച്ചു. ഓക്കെ, ഹെപ്പാറ്റിക് സിര. ഈ ഹെപ്പാറ്റിക് സിരയിൽ നിന്നും എങ്ങോട്ടേക്കാ പോകുന്ന പോഷക ഘടകങ്ങൾ നോക്കി നിങ്ങൾ? മഹാസിരയിലേക്കാണ് പോകുന്നത്. ഓക്കെ, കരളിൽ നിന്നും പോഷക ഘടകങ്ങൾ അടങ്ങിയ രക്തം ഹെപ്പാറ്റിക് സിര വഴി ഹൃദയത്തിലെത്തുന്നു. ഓക്കെ, ഹെപ്പാറ്റിക് സിര നേരിട്ട് മഹാസിരയിലേക്ക് പോയിട്ട് എങ്ങോട്ടേക്കാ എത്തുന്നത്? ഹൃദയത്തിലേക്ക്. ഇത് ഹൃദയമാണ് മക്കളെ, ഇത് നമ്മളെ ഹൃദയമാണ്. ഹൃദയത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പം എന്താ പറഞ്ഞത്? നമ്മുടെ വില്ലസിൽ നിന്നും ആഗിരണം, രക്തലോമികകൾ വഴി ആഗിരണം ചെയ്യുന്ന പോഷക ഘടകങ്ങൾ അതേതൊക്കെയാണ്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്. ഇതെല്ലാം നേരെ ഹൃദയത്തിലേക്കല്ല പോകുന്നത്. ഇത് പോർട്ടൽ സിര വഴി കരളിലെത്തിയിട്ട് അവിടെ നിന്നും ഹെപ്പാറ്റിക് സിര വഴി മഹാസിര വഴി എവിടെ എത്തുകയാണ്? ഹൃദയത്തിലേക്ക് എത്തുകയാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? കാർബോഹൈഡ്രേറ്റിന്റെയും പ്രോട്ടീനിന്റെയും ദഹന ഫലമായിട്ടുള്ള പോഷക ഘടകങ്ങൾ എങ്ങനെയാണ് ഹൃദയത്തിലേക്ക് എത്തുന്നതെന്ന് മനസ്സിലായോ? മനസ്സിലായി. ഇനി നമ്മള് ലിപ്പിഡിന്റെ ദഹനം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ആരായിരുന്നു? ഫാറ്റി ആസിഡും ഉണ്ട്, ഗ്ലിസറോളും ഉണ്ട് അല്ലെ. ലിപ്പിഡിന്റെ ദഹന ഫലമായിട്ടുണ്ടായ ആൾക്കാര് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാണ്. എങ്ങോട്ടേക്കാണ് എടുക്കുന്നത്? വില്ലസിലേക്കാണ് അല്ലെ, ലാക്റ്റിയലിലേക്കാണ് എടുക്കുന്നത്. ലാക്റ്റിയൽ ഉണ്ട് അല്ലെ, വില്ലസിലെ ലാക്റ്റിയൽ ഉണ്ട്. ഈ ലാക്റ്റിയല് പോഷക ഘടകങ്ങൾ വില്ലസിലെ ലാക്റ്റിയലിലൂടെ ചെറു ലിംഫ് വാഹികളിലേക്ക്, അപ്പം ലാക്റ്റിയലിൽ നിന്നും ചെറിയ ലിംഫ് വാഹിയിലൂടെ പോയിട്ട് ചെറു ലിംഫ് വാഹികളിൽ നിന്നും വലിയ ലിംഫ് വാഹികളിലൂടെ ഹൃദയത്തിൽ എത്തുന്നു. അപ്പം ലാക്റ്റിയലിൽ നിന്നും ചെറിയ ലിംഫ് വാഹി വഴി വലിയ ലിംഫ് വാഹി വഴി അവസാനം എവിടേക്കാ എത്തുന്നത്? ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഇങ്ങോട്ടേക്കാ എത്തുന്നത്? ഹൃദയത്തിലേക്ക് എത്തുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ മക്കളെ എങ്ങനെയാണ് പദാർത്ഥ സംവഹനം നടക്കുന്നതെന്ന്? പോഷക ആഹാരങ്ങളെ എങ്ങനെയാണ് ഹൃദയത്തിലേക്ക് എത്തുന്നതെന്ന് മനസ്സിലായോ? കാർബോഹൈഡ്രേറ്റിന്റെയും പ്രോട്ടീനിന്റെയും ദഹനം നടന്നിട്ടുള്ള ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അമിനോ ആസിഡ് ആൻഡ് ഗാലക്ടോസ് എന്ത് ചെയ്യുന്നുണ്ട്? പോർട്ടൽ സിര വഴി കരളിലെത്തുന്നു. അവിടെ നിന്നും ഹെപ്പാറ്റിക് സിര വഴി മഹാസിര വഴി ഹൃദയത്തിലെത്തുന്നു. ഇനി കൊഴുപ്പിന്റെ ദഹനം നടന്നു കിട്ടുന്ന ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്റ്റിയൽ വഴി ചെറിയ ലിംഫ് വാഹി വഴി വലിയ ലിംഫ് വാഹി വഴി എവിടെ എത്തും? ഹൃദയത്തിലേക്ക്
എത്തുന്നു. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയഗ്രാമാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ച പോയിന്റ് വെച്ചിട്ട്, നമ്മൾ പഠിച്ച ഫീച്ചേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫ്ലോ ചാർട്ട് ഫിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കിക്കേ. ഗ്ലൂക്കോസും അമിനോ ആസിഡും അല്ലെ, ഗ്ലൂക്കോസും അമിനോ ആസിഡും എന്ത് ചെയ്യുന്നുണ്ട്? വില്ലസിലെ രക്തലോമികകൾ വഴി കരളിലേക്ക് എത്തണം. കരളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് രക്തലോമിക എന്തായിട്ടാ? ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ അല്ലെ. അപ്പം പോർട്ടൽ വെയിൻ അല്ലെ, ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ, ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ, പോർട്ടൽ സിര, പോർട്ടൽ സിര അല്ലെ മലയാളം, പോർട്ടൽ സിര. ഈ പോർട്ടൽ സിരയിൽ നിന്നും കരളിലെത്തിയിട്ട് എന്താ ചെയ്യുന്നത്? എങ്ങനെയാണ് മഹാസിരയിലേക്ക് എത്തുന്നത്? നിങ്ങൾ നോക്കിയേ, പോർട്ടൽ സിര വഴി കരളിൽ എത്തുന്ന സാധനം ഏത് സിര വഴിയാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്? ഹൃദയത്തിലേക്ക് എത്തുന്നത് നോക്കിക്കേ, ഹെപ്പാറ്റിക് സിര അല്ലെ, ഹെപ്പാറ്റിക് സിര. അപ്പൊ നമ്മൾ പോർട്ടൽ സിര കഴിഞ്ഞിട്ട് കരളിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഹെപ്പാറ്റിക് സിര വഴിയാണ് എന്ത് ചെയ്യുന്നത്? മഹാസിരയിലേക്ക് എത്തിയിട്ട് അവിടുന്ന് ഹൃദയത്തിലേക്ക് പോകും അല്ലെ, ഹെപ്പാറ്റിക് സിര, ഹെപ്പാറ്റിക് സിര. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കേ, മഹാസിര വഴി അപ്പം നമ്മള് കാർബോഹൈഡ്രേറ്റിന്റെയും പ്രോട്ടീനിന്റെയും ദഹനം നടന്ന സാധനം അമിനോ ആസിഡും ഗ്ലൂക്കോസും വില്ലസിലെ രക്തലോമിക വഴി പോർട്ടൽ സിര വഴി കരളിലെത്തിയിട്ട് ഹെപ്പാറ്റിക് സിര വഴി മഹാസിരയിലെത്തിയിട്ട് ഹൃദയത്തിലെത്തിയിട്ട് ഹൃദയം എന്ത് ചെയ്യും? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കും. ഹൃദയം എന്ത് ചെയ്യും? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കും. ഇനി ഇവിടെ നിങ്ങൾ ഒരു ഹിന്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഫാറ്റി ആസിഡും പിന്നെ ഏതാണ്? ഗ്ലിസറോളും അല്ലെ. ഫാറ്റി ആസിഡും ഗ്ലിസറോളും എന്തിന്റെ ദഹനഫലമായിട്ടുണ്ടായതാണ്? കൊഴുപ്പിന്റെ ദഹനഫലമായിട്ടുണ്ടായതാണ് അല്ലെ. അപ്പം ഫാറ്റി ആസിഡും ഗ്ലിസറോളും എവിടേക്കാണ് എടുക്കുന്നത്? വില്ലസിലെ ഏത് ഭാഗത്തിലേക്കാണ് എടുക്കുന്നത്? ലാക്റ്റിയൽ അല്ലെ, ലാക്റ്റിയൽ. ലാക്റ്റിയലിൽ നിന്നും ചെറിയ ലിംഫ് വാഹി വഴി വലിയ ലിംഫ് വാഹി വഴി അല്ലെ. അപ്പം മൊത്തത്തിൽ നമുക്കൊരു ലിംഫ് വാഹി വഴി അല്ലെ, ലിംഫ് വാഹികൾ വഴി മഹാസിര വഴി എവിടേക്ക് എത്തും? ഹൃദയത്തിൽ എത്തിയിട്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തും. ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തില് പോഷക ഘടകങ്ങളുടെ സംവഹനം നടക്കുന്നത്. മനസ്സിലായോ? അപ്പം അമിനോ ആസിഡും ഗ്ലൂക്കോസും വില്ലസിലെ രക്തലോമികകൾ വഴി പോർട്ടൽ സിര വഴി കരളിലെത്തിയിട്ട് അവിടെ നിന്നും ഹെപ്പാറ്റിക് സിര വഴി മഹാസിര വഴി ഹൃദയത്തിലെത്തിയിട്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തണം. നേരെ മറിച്ച് കൊഴുപ്പിന്റെ ദഹനഫലമായിട്ടുണ്ടായിട്ടുള്ള ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്റ്റിയൽ വഴി ലിംഫ് വാഹി വഴി മഹാസിരയിലെത്തി ഹൃദയത്തിലെത്തി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ മക്കളെ പറഞ്ഞ സംഭവം? അപ്പം ഇത്രയുമാണ് നമുക്ക് ഈ ഒരു സെഷനിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു സെഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ പഠിച്ചത്? നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് വില്ലസിനെ പറ്റി പറഞ്ഞിട്ടായിരുന്നു അല്ലെ. വില്ലസ് പറഞ്ഞു. വില്ലസിൽ തന്നെ ലാക്റ്റിയലും രക്തലോമികകളും. നമ്മള് രക്തം എന്താണെന്ന് പറഞ്ഞു അല്ലെ. രക്തത്തിൽ എന്തൊക്കെയാണുള്ളത്? പ്ലാസ്മ ഉണ്ട്, രക്തകോശങ്ങളുണ്ട്. ലിംഫ് എന്താന്ന് പറഞ്ഞു അല്ലെ, ലിംഫ് എന്താന്ന് പറഞ്ഞു. പിന്നെ ടിഷ്യൂ ദ്രവം എന്താന്ന് പറഞ്ഞു അല്ലെ, ടിഷ്യൂ ദ്രവം എന്താന്ന് പറഞ്ഞു. പിന്നെ നമ്മള് പോഷക സംവഹനം അല്ലെ, അതിൽ തന്നെ നമ്മള് പോർട്ടൽ സിര എന്താന്ന് പറഞ്ഞു അല്ലെ. പോർട്ടൽ സിര എന്തായിരുന്നു? പോർട്ടൽ സിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം അല്ലെങ്കിൽ രക്തം ഒരു അവയവത്തിൽ നിന്നും ഹൃദയത്തിൽ എത്താതെ മറ്റൊരു അവയവത്തിലേക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സിരകളെ നമ്മൾ പറയണ പേരാണ് പോർട്ടൽ സിര എന്നല്ലേ, പോർട്ടൽ സിര. ആൻഡ് അതിനൊരു ഉദാഹരണമാണ് നമ്മൾ പഠിച്ച ഹെപ്പാറ്റിക് പോർട്ടൽ സിര അല്ലെ, ഹെപ്പാറ്റിക് പോർട്ടൽ സിര. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹൃദയത്തിലെത്തുന്ന പോഷക ഘടകങ്ങൾ എങ്ങനെയാണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നത്. അവിടെയല്ലേ നമ്മൾ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് നമുക്ക് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.